എന്റെ കൂട്ടുകാരി മീനു, ഇതൊരിക്കലും സംഭവിക്കില്ല. ഒരു തവണത്തേക്ക് ഉണരൂ. പിങ്കി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിങ്കിയുടെ ഭർത്താവായ മോനുവിന് മീനുവിന്റെ മുട്ടകളെ കുറിച്ച് ഓർമ്മ വന്നു. അല്ല പിങ്കി, ഇത് കരയാനുള്ള സമയമല്ല, നിന്റെ സൗഹൃദം നിറവേറ്റുവാനുള്ള സമയമാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും മീനുപ്രാവിനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയില്ല. എന്നാൽ അവളുടെ 3 കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക. അവർക്കിനി എന്ത് സംഭവിക്കും? അവസരം മുതലെടുത്ത് ഏതെങ്കിലും ഇരപിടിക്കുന്ന പക്ഷി ആ മുട്ടകളെ ഇരയാക്കുകയാണെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കും. അങ്ങ് പറയുന്നത് ശരിയാണ്. മീനു തന്റെ കുട്ടികളെ എത്രമാത്രം കാത്തിരുന്നതാണ്. നമുക്ക് അവളുടെ മുട്ടകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങ് കണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് തന്റെ മുട്ടകളെ സംരക്ഷിക്കണമെന്ന് അവൾ എന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും പിങ്കി? നമുക്ക് സ്വന്തമായി 2 മുട്ടകളുമുണ്ട്. മീനുവിന്റെ മുട്ടയെക്കുറിച്ച് നമ്മൾ വിഷമിച്ചാൽ നമ്മുടെ സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥ എന്താകും? പിങ്കി, ഇതൊരു പക്ഷേ പരീക്ഷണ സമയമായിരിക്കാം. നീ മനസ്സിലാക്കേണ്ടത്, നിനക്ക് 2 അല്ല 5 മുട്ടകളാണ് ഉണ്ടായത്. നീ 2-ന് പകരം 5 മുട്ടകൾക്കാണ് ജന്മം നൽകിയതെങ്കിൽ നീ അവയെ സംരക്ഷിക്കില്ലേ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ മീനുവിന്റെ മുട്ടകളെയും നമ്മുടെ മുട്ടകളെ പോലെ സംരക്ഷിക്കും. മോനുവിന്റെ വാക്കുകൾ കേട്ട് പിങ്കി പക്ഷി മീനുവിന്റെ കൂട്ടിലേക്ക് വരുന്നു. അവളുടെ മുട്ടകളും തന്റെ കൂട്ടിൽ കൊണ്ടുവന്ന്